Hello my dear student, welcome back to Learn and Grow. Today we are going to discuss class 7 social science chapter 5th, our earth. So we have already discussed this chapter, right? നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതൊക്കെയാണ് composition of the atmosphere അല്ലേ? In the last class we have studied about the composition of the atmosphere അല്ലേ? അറ്റ്മോസ്ഫിയറിക് എയറിൻ്റെ ഏറ്റവും കൂടുതൽ എന്താണുള്ളത്? നൈട്രജൻ ആണ് അല്ലേ? 78% ഓഫ് നൈട്രജൻ ആൻഡ് 21% ഓഫ് ഓക്സിജൻ. പിന്നെ 1% ഓഫ് അതർ ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗൺ, നിയോൺ, ഹീലിയം, ക്രിപ്റ്റൺ, സെനോൺ, ഹൈഡ്രജൻ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ എയർ പൊല്യൂഷന് കാരണമാകുന്നത് എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഓക്കെ, സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എയർ പൊല്യൂഷൻ്റെ സൊല്യൂഷൻ. ഓക്കെ, എങ്ങനെ തടയാം എന്നതിനെ കുറിച്ചാണ്. എങ്ങനെ, ഹൗ വി ക്യാൻ റെഡ്യൂസ് ദ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. ഒബ്സർവ് ദിസ് പിക്ചർ ഗിവൻ ബിലോ, ദെൻ റൈറ്റ് ഡൗൺ യുവർ ഫൈൻഡിങ്സ്. ഈ ഒരു പിക്ചർ നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെ കണ്ടെത്താനാവും? എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും? ഒന്ന്, പ്ലാന്റ് ട്രീസ് അല്ലേ? പ്ലാൻ മോർ ട്രീസ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ട്രീ ഫിൽട്ടേഴ്സ് എയർ ആൻഡ് പ്രൊവൈഡ് അസ് ഷെയ്ഡ് ഓൾസോ അല്ലേ? ട്രീ അന്തരീക്ഷത്തെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട് അല്ലേ? ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ്സ് അസ് ഓക്സിജൻ ഓൾസോ. സോ വി ഹാവ് ടു പ്ലാൻ മോർ ട്രീസ്. പിന്നെ എന്താണ്, നമുക്ക് കാൽനടയായിട്ട് നടക്കുന്നിടത്തൊരു ദൂരത്തൊക്കെ നമ്മൾ സൈക്കിൾ ഓടിച്ച് പോവുക. ഓക്കെ, എന്താണ്, പെട്രോൾ ഡീസൽ വാഹനങ്ങൾ യൂസ് ചെയ്യാതെ സൈക്കിൾ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ യൂസ് ചെയ്യാം അല്ലേ? പിന്നെന്താണ്, നമുക്ക് ഗാർബേജ് വേസ്റ്റസൊക്കെ കത്തിക്കുന്നത്, ബേൺ ചെയ്യുന്നത് നമ്മൾക്കൊരു പരിധി വരെ തടയാം. അങ്ങനെ മാത്രമല്ല, നമ്മൾ കവർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ റീയൂസബിൾ കവർ യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് റീയൂസബിൾ ബാഗ് കവറൊക്കെ നമ്മൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾക്കൊരു പരിധി വരെ ഈ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ അറ്റ്മോസ്ഫിയറിക് കോമ്പോസിഷൻ എന്തൊക്കെയാണെന്നാണ് പഠിച്ചത് അല്ലേ? ഇനി സ്ട്രക്ചർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ആണ്. അറ്റ്മോസ്ഫിയറിക്കിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ദ അറ്റ്മോസ്ഫിയർ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 5 ഡിഫറെൻറ്റ് ലെയർ ബേസ്ഡ് ഓൺ ദ ടെമ്പറേച്ചർ കണ്ടീഷൻ. അപ്പോൾ അറ്റ്മോസ്ഫിയറിനെ ടെമ്പറേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ 5 വ്യത്യസ്ത പാളികളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഫിഗർ നോക്കിയിട്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ദ ഫസ്റ്റ് ലെയർ ഈസ് ട്രോപ്പോസ്ഫിയർ, ദെൻ സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് 5 ഡിഫറെൻറ്റ് ലേയേഴ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഇവിടെ ആ ലേയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ഒന്നും കൂടി നമ്മൾ എഴുതാനാണ്. ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. ഹാവ് യു ഐഡൻറ്റിഫൈഡ് ആൻഡ് ലിസ്റ്റഡ് ദ ലേയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ? നൗ ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് ദ ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് ഓഫ് ദം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലേ? ഇനി 1 by 1 ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫസ്റ്റ് വൺ, ട്രോപ്പോസ്ഫിയർ. ഓക്കെ, ഇറ്റ് ഈസ് ദ ലോവർ മോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഓക്കെ, ഇതാണ് ഏറ്റവും ലോവർ മോസ്റ്റ് അല്ലേ, നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ലെയർ. ലോവർ മോസ്റ്റ് ഓഫ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഇറ്റ് ഹാസ് എൻ ആവറേജ് ഹൈറ്റ് ഓഫ് 13 കിലോമീറ്റർ ഫ്രം ദ എർത്ത് സർഫേസ്. അപ്പോൾ ഇത് നമ്മുടെ ഭൂമിയുടെ എർത്ത് സർഫേസിൽ നിന്ന് എത്രയാണ്? ഒരു 13 കിലോമീറ്റർ ഹൈറ്റ് വരെയാണ് ഇതിൻ്റെ ഉയരം. The height ranges about 8 kilometer at the poles to 18 kilometer at the equator. അപ്പോൾ ധ്രുവപ്രദേശത്ത് അല്ലേ, പോൾസിൽ ഏകദേശം 8 കിലോമീറ്ററും ഇക്വേറ്ററിൽ ഭൂമധ്യരേഖ അല്ലേ, ആ ഒരു പ്രദേശത്ത് 18 കിലോമീറ്ററും ഉയരമാണ് ഇതിന് വരുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് വെച്ചാൽ, ദിസ് ഇസ് ബിക്കോസ് ദ ടെമ്പറേച്ചർ ഈസ് ഹൈ ഇൻ ദ ഇക്വട്ടോറിയൽ റീജിയൻ. ഇക്വട്ടോറിയൽ
റീജിയനിൽ, ഭൂമധ്യ രേഖ പ്രദേശത്ത് അവിടെ ചൂട് കൂടുതലാണല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഡസ്റ്റ് പാർട്ടിക്കിൾ ആൻഡ് വാട്ടർ വേപ്പർ ആർ മോസ്റ്റ് അബണ്ടൻറ്റ് ഇൻ ദിസ് ലെയർ. പൊടിപടലങ്ങൾ, ഡസ്റ്റ് പാർട്ടിക്കിൾ അല്ലേ, ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ ഒരു പാളിയിലാണ്, ഈ ഒരു ലെയറിലാണ്. അറ്റ്മോസ്ഫിയർ ഫിനോമിന സച്ച് ആസ് ക്ലൗഡ് ഫോർമേഷൻ, റെയിൻ, സ്നോ, വിൻഡ് എക്സെട്ര ഒക്കേഴ്സ് ഇൻ ദിസ് ലെയർ. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് ഫിനോമിന എന്ന് പറയുമ്പോൾ ക്ലൗഡ് അല്ലേ, മേഘങ്ങളും, പിന്നെന്താണ് റെയിൻ മഴ, സ്നോ, വിൻഡ് അല്ലേ, ഇതൊക്കെ ഈ ഒരു ലെയറിലാണ് ഉള്ളത്. An important features of troposphere is that the temperature of the atmosphere decreases at the rate of 1 degree Celsius for every 165 meter from the surface of the earth. This is called normal lapse rate. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെയറിൻ്റെ ഏറ്റവും ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് എർത്ത് സർഫേസിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, എന്നതാണ് ഈ ഒരു ലെയറിൻ്റെ പ്രത്യേകത. ഇതിനെ ഈ ഒരു ക്രമമായ താപനിരക്ക് അല്ലെങ്കിൽ ടെമ്പറേച്ചറിന് പറയുന്ന പേരാണ് നോർമൽ ലാപ്സ് റേറ്റ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ലെയർ സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ ഇറ്റ് ഈസ് ദ ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ജസ്റ്റ് എബോവ് ദ ട്രോപ്പോസ്ഫിയർ. അപ്പോൾ ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള ഭാഗമാണ് അല്ലേ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ദ ആവറേജ് ഹൈറ്റ് ഈസ് അബൌട്ട് 50 കിലോമീറ്റർ ഫ്രം ദ എർത്ത് സർഫേസ്. എർത്ത് സർഫേസിൽ നിന്ന് 50 കിലോമീറ്റർ ഹൈറ്റിലാണ് ഉള്ളത്, ഹൈറ്റ് വരെയാണുള്ളത്. ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ആഫ്റ്റർ എ സ്പെസിഫിക് ഹൈറ്റ്. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കൂടി വരുന്നതായി കാണാം. ഓക്കെ, ദ ഓസോൺ ലെയർ ഈസ് ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ ഓസോൺ ലെയർ, ഓസോൺ പാളിയുള്ളതും ഈ ഒരു സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓക്കെ, ഇറ്റ് സ്റ്റാൻഡ് അറ്റ് an altitude of about 25 കിലോമീറ്റർ ഫ്രം ദ എർത്ത് സർഫേസ്. അപ്പോൾ ഇത് നമ്മുടെ എർത്ത് സർഫേസിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് ഈ ഓസോൺ ലെയർ നിലകൊള്ളുന്നത്. ഓക്കെ, എന്താണ് ഓസോൺ? ഓസോണിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ അല്ലേ? ഓസോൺ എന്ന് വെച്ചാൽ ഒരു എർത്തിൻ്റെ ഷീൽഡ്, എർത്തിൻ്റെ ഒരു രക്ഷാകവചമായിട്ട് നിലകൊള്ളുന്നത് ഓസോണാണ് അല്ലേ. അപ്പോൾ ഓസോൺ ഭൂമിയുടെ ഒരു രക്ഷാകവചമായിട്ട് നിലകൊള്ളുന്നുണ്ട് അല്ലേ. എങ്ങനെയാണ് നമുക്കറിയാം അല്ലേ, ഓസോൺ ലെയർ എന്ന് വെച്ചാൽ എന്താണ്? സൂര്യനിൽ നിന്ന് വരുന്ന ഹാംഫുള്ളായിട്ടുള്ള റേസിനെയൊക്കെ തടയാനുള്ള ഒരു രക്ഷാകവചമായിട്ട് നിലകൊള്ളുന്നുണ്ട് അല്ലേ. നമുക്ക് നോക്കാം. ദ പ്രസൻസ് ഓഫ് ഓസോൺ ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ പ്രൊട്ടക്ട് ദ എർത്ത് ബൈ ബ്ലോക്കിംഗ് ഹാംഫുൾ അൾട്രാ വയലറ്റ് റേസ് ഫ്രം ദ സൺ. സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ ഈ അൾട്രാ വയലറ്റ് രശ്മികളെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുന്നത് ഒക്കെ ആരാണ്? ഈ ഭൂമി അങ്ങനെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് ഈ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. ഓക്കെ, ഈ ഓസോൺ ലെയറിലുള്ള വാതകങ്ങളുടെ സാന്നിധ്യമാണ്. ഇഫ് അൾട്രാ വയലറ്റ് റേസ് റീച്ച് ദ എർത്ത് സർഫേസ് അറ്റ് ആൻ ഇൻക്രീസ്ഡ് റേറ്റ് ഇറ്റ് ഈസ് ഹാംഫുൾ ടു ലിവിങ് ഓർഗാനിസം ആൻഡ് എക്കോസിസ്റ്റം. ഈ അൾട്രാ വയലറ്റ് രശ്മികളൊക്കെ വർദ്ധിച്ച തോതിൽ ഇങ്ങനെ ഭൂമിയിൽ വന്ന് പതിച്ചാൽ എന്താവും? അത് നമ്മുടെ ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെ തന്നെ, ജീവജാലങ്ങളെയും ആവാസ വ്യവസ്ഥയെ തന്നെ സാരമായിട്ട് ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ദിസ് ഓസോൺ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ രക്ഷാകവചമായിട്ട് നിലകൊള്ളുന്നുണ്ട്. എന്തൊക്കെ ദോഷങ്ങളാണ് ഈ അൾട്രാ വയലറ്റ് റേസ് മൂലം ഭൂമിയിൽ സംഭവിക്കുന്നത് നോക്കാം. കൊളാപ്സ് ഓഫ് ദ ഫുഡ് ചെയിൻ, ആഹാര ശൃംഖലയുടെ തകർച്ച അല്ലേ. ക്രോപ്പ് ഡാമേജ്, കൃഷിനാശം അല്ലേ. കൂടുതലായിട്ട് ഈ അൾട്രാ വയലറ്റ് റേസൊക്കെ ഭൂമിയിൽ പതിച്ചാൽ കൃഷിനാശം സംഭവിക്കും. പിന്നെ എന്താണ്? സ്റ്റണ്ടിങ് ഓഫ് ദ പ്ലാൻ ഗ്രോത്ത്. സ്റ്റണ്ടിങ് എന്ന് വെച്ചാൽ വളർച്ച മുരടിക്കൽ അല്ലേ. പ്ലാൻ ഗ്രോത്ത് ഒന്നും വളരാതെ അതിങ്ങനെ മുരടിച്ച് പോകും. പിന്നെ ഏർലി ഏജിങ്, അകാല വാർദ്ധക്യം, പെട്ടെന്ന് വാർദ്ധക്യം സംഭവിക്കും. പിന്നെ ബ്ലൈൻഡ്നെസ്, കാറ്ററാക്ട്. ബ്ലൈൻഡ്നെസ് വെച്ചാൽ അന്ധത അല്ലേ, തിമിരം പോലുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവും. പിന്നെ എന്താണ്? ത്വക്കിലുണ്ടാവുന്ന ക്യാൻസർ, സ്കിൻ ക്യാൻസർ, ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓസോൺ ഡേ സെപ്റ്റംബർ 16 ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഓസോൺ ഡേ. അപ്പോൾ സെപ്റ്റംബർ 16 ആണ് ഓസോൺ ഡേ ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ഓക്കെ, ദ ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് ഒബ്സർവിങ് ദിസ് ഡേ ഈസ് ടു ക്രിയേറ്റ് അവയർനെസ് എമംഗ് ദ പീപ്പിൾ അബൌട്ട് ദ നീഡ് ടു പ്രൊട്ടക്ട് ഓസോൺ ലെയർ ആൻഡ് ടു കൺട്രോൾ ദ യൂസ് ഓഫ്
പ്രൊഡക്റ്റ് ദാറ്റ് ക്യാൻ കോസ് ഓസോൺ ഡിപ്ലീഷൻ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഡേ ഉണ്ടാക്കിയിരിക്കുന്നത്? ജനങ്ങളെ ഓസോൺ ലെയറിൻ്റെ സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് ബോധവൽക്കരിക്കാൻ, അല്ലേ, ഒരു അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ഡേ ഉണ്ടാക്കിയത്, ദിനമായിട്ട് ആചരിക്കുന്നത്. ഓസോൺ ഡിപ്ലീഷൻ്റെ കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗങ്ങളൊക്കെ നമ്മൾ കുറക്കുക, അല്ലേ, നമ്മുടെ നിയന്ത്രണത്തിൽ വരിക, അതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം, മീസോസ്ഫിയർ. This atmospheric layer extends from about 50 km to 80 km above the stratosphere. മീസോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായിട്ട് ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന ഒരു ലെയറാണ്. The phenomenon of decreases in temperature with increase in height is present in this layer also. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഉയരം കൂടുന്തോറും ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ, അത് ഇവിടെയും ഈ ഒരു ലെയറിലും കാണപ്പെടുന്നുണ്ട്. An altitude of about 80 kilometer from the earth's surface, the temperature drops to -100 degrees Celsius. അപ്പോൾ നമ്മുടെ എർത്ത് സർഫേസിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോഴേക്കും താപനില -100 ഡിഗ്രി വരെ താഴുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് എക്സ്പീരിയൻസ്ഡ് ഇയർ. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതെവിടെയാണ് കാണപ്പെടുന്നത്? മീസോസ്ഫിയർ. ഓക്കെ, മീസോസ്ഫിയർ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അറ്റ്മോസ്ഫിയറിക് ലെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ മീറ്റിയോസ് ദാറ്റ് എൻറ്റേഴ്സ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ ബേൺസ് ഡൗൺ ഇൻ ദിസ് ലെയർ. അപ്പോൾ നമ്മുടെ എർത്ത് സർഫേസിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ, മീറ്റിയോർസ് എന്ന് വെച്ചാൽ ഉൽക്കകൾ, അല്ലേ, സ്പേസിൽ നിന്നൊക്കെ വരുന്ന പാറക്കഷ്ണങ്ങളൊക്കെ ഭൂമിയിലെത്തുന്നതിന് മുമ്പ് കത്തിയിട്ട് ചാരമാകും, അല്ലേ. അപ്പോൾ അതൊക്കെ ബേൺ ചെയ്യുന്നതൊക്കെ ഈ ഒരു ലെയറിൽ വെച്ചാണ്. മീറ്റിയോസ് ബേൺ ചെയ്യുന്നത് മീസോസ്ഫിയറിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ മീസോസ്ഫിയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നെക്സ്റ്റ് തെർമോസ്ഫിയർ. ഇപ്പോൾ തെർമോസ്ഫിയർ, the thermosphere is the layer of atmosphere that lies about 80 to 400 kilometer above the mesosphere. മീസോസ്ഫിയറിന് മുകളിലായിട്ട് 80 to 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലെയറാണ് തെർമോസ്ഫിയർ. ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ആൾട്ടിറ്റ്യൂഡ്. ഉയരം കൂടുന്തോറും താപനില കൂടി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, തെർമോസ്ഫിയറിൽ ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദ ലോവർ പാർട്ട് ഓഫ് ദ തെർമോസ്ഫിയർ ഈസ് കോൾഡ് അയോണോസ്ഫിയർ. ഇപ്പോൾ അയോണോസ്ഫിയറിൻ്റെ ലോവർ പാർട്ടിനെ ദ തെർമോസ്ഫിയറിൻ്റെ ലോവർ പാർട്ടിനെ അയോണോസ്ഫിയർ എന്ന് പറയുന്നു. എന്താണ് അയോണോസ്ഫിയർ എന്ന് വെച്ചാൽ നോക്കാം. ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് അബൌട്ട് 80 to 400 കിലോമീറ്റർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഇന്റൻസ് സോളാർ റേഡിയേഷൻ സച്ച് ആസ് അൾട്രാ വയലറ്റ്, എക്സ് റേസ് എക്സെട്ര കൺവേർട്ട് ദ ഗ്യാസ് മോളിക്യൂൾ ഇൻ ടു അയൺ. അപ്പോൾ അന്തരീക്ഷത്തിൻ്റെ 80 മുതൽ ഒരു 400 കിലോമീറ്റർ വരെ ഉയരത്തിലെ അൾട്രാ വയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ, അല്ലേ, കൺവേർട്ട് ഗ്യാസ് മോളിക്യൂൾ ഇൻ ടു അയണാക്കി മാറ്റുന്നു. അപ്പോൾ ഈ ഒരു ദിസ് പ്രോസസ് ഈസ് കോൾഡ് അയണൈസേഷൻ. ഈ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് അയണൈസേഷൻ എന്ന്. ഓക്കെ, ഗ്യാസ് മോളിക്യൂൾ കൺവേർട്ട് ദ ഗ്യാസ് മോളിക്യൂൾ ഇൻ ടു അയൺ. ആൻഡ് ദ റീജിയൻ വെയർ ദിസ് പ്രോസസ് ടേക്സ് പ്ലേസ് ഈസ് കോൾഡ് അയണോസ്ഫിയർ. അയൺ ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. റേഡിയോ വേവ്സ് ആർ electromagnetic waves, therefore this region enable long distance transmission of radio waves. Ions can conduct electricity, അല്ലേ, വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും, അല്ലേ. അപ്പോൾ റേഡിയോ വേവ്സ് ആർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അപ്പോൾ റേഡിയോ തരംഗങ്ങൾ വൈദ്യുതികാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് ഈ ഒരു മേഖലയെ റേഡിയോ തരംഗങ്ങളുടെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ് എന്ന് പറയുന്നു. നോക്കാം, എക്സോസ്ഫിയർ. It is the uppermost layer of the atmosphere. The presence of air molecule in the exosphere, which lies above 400 km from the surface, gradually decreases the layer become a part of outer space. അപ്പോൾ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളി എക്സോസ്ഫിയർ, അല്ലേ, 400 കിലോമീറ്ററിന് മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
എക്സോസ്ഫിയർ. അപ്പോൾ അന്തരീക്ഷ പാളിയിൽ തന്നെ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ഇത് ബഹിരാകാശത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. ഓക്കെ, ഗ്രാജുവലി ഡിക്രീസസ് ആൻഡ് ദ ലെയർ ബിക്കം എ പാർട്ട് ഓഫ് ഔട്ടർ സ്പേസ്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഏറ്റവും ഏതൊക്കെ ലെയറാണ്? ട്രോപ്പോസ്ഫിയർ, കാണുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ ആണ് അല്ലേ. പിന്നെ സ്ട്രാറ്റോസ്ഫിയർ, ദെൻ മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. നോക്കാം. പ്രിപ്പയർ an ഐഡൻറ്റിറ്റി കാർഡ് ആസ് ഇൻ ദ മോഡൽ ഗിവൺ ബിലോ ബൈ ഇൻക്ലൂഡിങ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എർത്ത് സർഫേസ്. അപ്പോൾ ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കാനാണ്. എങ്ങനെയാണ്? ഇതിൻ്റെ ഓരോ ലെയറിൻ്റെയും പേര് എഴുതുക. ഓക്കെ, എന്നിട്ട് അത് എർത്ത് സർഫേസിൽ നിന്ന് എത്ര ഉയരത്തിലാണെന്ന് എഴുതുക, അതിൻ്റെ ടെമ്പറേച്ചർ, പിന്നെ അതർ ഫീച്ചേഴ്സ്, മറ്റ് പ്രത്യേകതകളൊക്കെ എഴുതി ഓരോന്നിൻ്റെയും ID കാർഡ് നിങ്ങൾ തയ്യാറാക്കാൻ. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഓരോന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി നെക്സ്റ്റ്, ദ അറ്റ്മോസ്ഫിയറിക് ലെയർ ആൻഡ് ദെയർ ഫീച്ചേഴ്സ് ആർ ഗിവൺ ബിലോ, മാച്ച് ദം കറക്റ്റ്ലി. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് ലെയറും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും മാച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സോസ്ഫിയർ, തെർമോസ്ഫിയർ, മീസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ. അപ്പോൾ ഓക്കെ, ഇപ്പം നമുക്ക് നോക്കാം എക്സോസ്ഫിയറിൻ്റെ ഏതൊക്കെയാണ് മാച്ച് ചെയ്യുന്നത്? എയർ മോളിക്യൂൾ ഗ്രാജുവലി റെഡ്യൂസ് ആൻഡ് ഡിസോൾവ് ഇൻ ടു സ്പേസ് അല്ലേ. നെക്സ്റ്റ് തെർമോസ്ഫിയർ temperature increases with the increase in altitude, then located at an altitude of 80 to 400 kilometer. Okay, then mesosphere ആകുമ്പോൾ the layer with the lowest temperature അല്ലേ. എത്രയാണ് പറഞ്ഞത്? -100 ഡിഗ്രി വരെയാണെന്ന് പറഞ്ഞു അല്ലേ. the layer with the lowest temperature and also the layer where meteors burn to ash. ഓക്കെ, ദെൻ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ എന്താണ്? സോൺ വെയർ ഓസോൺ ഈസ് പ്രസൻറ്റ് അല്ലേ. ഓസോൺ ലെയർ പ്രസൻ്റ് ഉള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ദെൻ ട്രോപ്പോസ്ഫിയറിൻ്റെ ദ ലെയർ ഇൻ വിച്ച് ടെമ്പറേച്ചർ ഡിക്രീസസ് അറ്റ് എ സർട്ടൈൻ റേറ്റ് അക്കോർഡിംഗ് ടു ഇൻക്രീസ് ഇൻ ഹൈറ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ, our earth chapter complete ആയിട്ടുണ്ട്. Okay, so in this chapter we have discussed earth interior, atmospheric layer and their characteristic in detail അല്ലേ. ഇതൊക്കെ നമ്മൾ പഠിച്ചു. ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ വീണ്ടും മറ്റൊരു ചാപ്റ്ററായിട്ട് വരാം. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ.